ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു വിശേഷ ദിവസമാണ് കേട്ടോ. ഇന്ന് കുട്ടിയുടെ നൂലുകെട്ടാണ്. അപ്പം അനിയേട്ടൻ്റെ വീട്ടിൽ നിന്നൊക്കെ എല്ലാവരും വരുന്നുണ്ട്. അപ്പോൾ അവർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നാണെങ്കിലും നല്ല മഴ ദിവസമായിരുന്നു. രാവിലെ തന്നെ ഇടിയും മഴയും നല്ല ഇരുട്ടും കുത്തി മഴയൊക്കെ ആയിരുന്നു രാവിലെ തന്നെ. എന്തായാലും ഇപ്പോൾ മഴയൊക്കെ തോർന്നിരിക്കണം അവർ വരുന്ന സമയത്ത്. അനിയേട്ടന് എത്തിയിട്ടില്ല. അനിയേട്ടനും സിബിയും സ്കൂട്ടിമേലാണ് വരുന്നത്. അവരെത്തിയിട്ടില്ല. ഇവരെല്ലാവരും ഒരു വണ്ടിയിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവർ നേരത്തെ എത്തിയത്. പൊന്നൂസ് വന്നിട്ട് നോക്കുകയാണ്. അനിയേട്ടനെ കാണാഞ്ഞിട്ട് പൊന്നൂസ് നോക്കുക. അപ്പോൾ ഇതേ അനിയേട്ടനും സിബിയും വന്നു. പൊന്നൂസിനാണെങ്കിൽ അച്ഛനെ കാണാനായിട്ടുള്ളതിലായിരുന്നു പൊന്നൂസ് നിൽക്കിയായിരുന്നു. അച്ഛനെ കണ്ടപ്പോഴാണ് പൊന്നൂസിന് സമാധാനമായത്. ഞാനിവിടെ ആയതുകൊണ്ട് തന്നെ പൊന്നൂസ് ഇപ്പോൾ ഇവിടുത്തെ സ്കൂളിലാണ് പഠിക്കുന്നത്. പൊന്നൂസിൻ്റെ അടുത്ത് നിൽക്കുന്നത് ഏട്ടൻ്റെ കുട്ടിയാണ്, കുഞ്ഞാവ. ഞങ്ങൾ കുഞ്ഞാവ എന്നാണ് വിളിക്കുക. ശരിക്കും പേര് ശ്രേയസ് എന്നാണ് കേട്ടോ. പക്ഷേ അപ്പോൾ പൊന്നൂസിനെ ചെയ്യുവട്ടാന്നാണ് വിളിക്കുക കേട്ടോ. അവൻ്റെ അമ്മയുടെ വീട്ടിൽ അവനെ ശ്രേയോ എന്നാണ് വിളിക്കുക. അപ്പോൾ ആ പേര് ചേർത്തിട്ടാണ് പൊന്നൂസിനെ ചെയ്യുവട്ടാന്ന് വിളിക്കുന്നത്. കുഞ്ഞാവയ്ക്കാണെങ്കിൽ കുഞ്ഞു കുട്ടീനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവനെ തൊട്ട് നോക്കും വേണം. അങ്ങനെ തൊടാൻ പേടിയുണ്ട്. അങ്ങനെ നിന്ന് നോക്കുകയാണ് കുട്ടീനെ. ഹോസ്പിറ്റലിൽ വന്നിട്ടൊക്കെ തൊട്ട് നോക്കുകയൊക്കെ ചെയ്തിരുന്നത്. പേര് വിളിക്കുക ചുന്ദരി എന്നാണ് കുഞ്ഞാവ വിളിക്കുക കുട്ടീനെ. എവിടെ ചുറ്റിയേ സ്കൂൾ പോയില്ലേ? എന്താണ് സുഖല്ലേ? കുട്ടിയുടെ ചരട് കെട്ടി അരഞ്ഞാണം കെട്ടുകയാണ്. അരഞ്ഞാണം കെട്ടാൻ അനിയേട്ടൻ എന്നോട് സർപ്രൈസ് ആക്കി വെച്ചതാണ് കേട്ടോ അരഞ്ഞാണത്തിൻ്റെ കാര്യം. അനിയേട്ടൻ ഇല്ല, അരഞ്ഞാണമൊന്നും വാങ്ങിക്കില്ല, ചരടേ കിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പോൾ അരഞ്ഞാണം സർപ്രൈസായിട്ട് കൊണ്ടുവന്നതാണ്. എന്നോട് പറയാതെ വെച്ചിരിക്കുന്നു. ഇനിയൊരു വളയിടൽ അപാരതയാണ്. കുട്ടി മുറുകെ കൈ മടക്കി പിടിച്ചിരിക്കുന്ന കാരണം വള ഇട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എന്തായാലും അവസാനത്തെ പരിശ്രമത്തിനൊടുവിൽ വള ഇട്ട് കൊടുക്കുന്നുണ്ട്. കുട്ടിയുടെ രണ്ട് ഏട്ടന്മാരും കുട്ടിക്ക് വള ഇട്ട് കൊടുക്കാനായിട്ട് റെഡി ആയിരിക്കുകയാണ്. ചടങ്ങുകളൊക്കെ കഴിഞ്ഞത് അവർക്ക് ചായയൊക്കെ കൊടുത്തിരിക്കണം. എല്ലാവരും ചായ കുടിച്ചോണ്ടിരിക്കുകയാണ്. ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കുട്ടിക്ക് പുരികനും ഇതൊന്നും എഴുതിയിട്ടുണ്ടായിരുന്നില്ല. കുട്ടിയോ ഉറങ്ങുന്ന കാരണമൊന്നും സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഇനി പുരികൻ എന്ന് എഴുതാൻ നോക്കുന്നത്. അപ്പോഴും സമ്മതിക്കുന്നൊന്നുമില്ല. നല്ല കരച്ചിലാണ് ആൾ. ഇന്നത്തെ ദിവസം നമ്മൾ കണ്ണും പുരികനും ഒക്കെ എഴുതണമല്ലോ, പൊട്ടൊക്കെ തൊട്ട് കൊടുക്കണമല്ലോ. പക്ഷെ തീരെ സമ്മതിക്കുന്നില്ല ആൾ, എഴുതാനും പറ്റുന്നുമില്ല. എന്തായാലും ഒരു തരത്തിൽ കുറച്ചൊക്കെ ഒപ്പിച്ചിട്ടുണ്ട്. കുട്ടി ഒരിക്കലൊക്കെ കഴിഞ്ഞ് ഇതേ ഊണടിക്കാൻ പോവുകയാണ്. എല്ലാവർക്കും ചോറ് വിളമ്പിയിട്ട് വെച്ചിരിക്കുന്നത്. നമ്മൾ പാചകക്കാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചേച്ചിയുടെ ഏട്ടനാണ് കേട്ടോ. ഏട്ടന് രാവിലെ നേരത്തെ വന്നിട്ടുണ്ട്. ഏട്ടൻ തന്നെ വെക്കണം ഏട്ടൻ നിർബന്ധമായിരുന്നു. അപ്പം ഏട്ടനാണ് വിഭവങ്ങളുടെ ക്യാഷാൻ ഏട്ടനാണ്. ബാക്കിയുള്ളവരെല്ലാവരും ഹെൽപ്പർമാരാണ് കേട്ടോ. ഏട്ടനാണ് സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയത്. ഏട്ടനൊക്കെ മുന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പഠിക്കണം.
അങ്ങനെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് എല്ലാവരും യാത്രയായി. പൊന്നൂസ് ഓടിപ്പോകുന്നുണ്ട്. അത് ഏട്ടൻ്റെ വണ്ടിയിലാണ്. ഏട്ടനാണ് പിന്നെ അവരെ കൊണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ ഏട്ടൻ്റെ വണ്ടിയിലാണ് പോകുന്നത്. അപ്പോൾ പൊന്നൂസ് അതുവരെ പോയി നോക്കാൻ വേണ്ടിയിട്ട് ഓടി പോവുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ടാറ്റാ ബൈ ബൈ.